അജ്ജല്ല. എന്തിനാ പഠിക്കുന്നത്? ഞാൻ ബി എ എക്കണോമിക്സ്. ഏത് കോളേജിലാ? നളന്ദ കോളേജ്. നളന്ദ കോളേജ്. പാട്ട്, ഡാൻസ്, കലാപരിപാടി എന്തെങ്കിലും ഉണ്ടോ? ഒന്നും. ഞാൻ അങ്ങനെ ഒന്നും ചെയ്യൂല. എന്നോട് അങ്ങനെ ഒന്നും പറയരുത്. എന്താണ് അടുത്ത ആളുടെ പേരെന്താണ്? ശ്രീതു. ശ്രീതു. എന്താണ് ശ്രീതുവിന്റെ അർത്ഥം? എന്താണ്? ശ്രീ എന്ന് വെച്ചാൽ ഐശ്വര്യം. ശ്രീ എന്ന് പറഞ്ഞാൽ ഐശ്വര്യമാണ്. ദു എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അർത്ഥമൊന്നും അല്ലേ? നമ്മൾ ദു എന്നൊക്കെ പറയല്ലേ, അതാണ് ദു. അതു ശ്രീ ദു. ഓക്കെ, എന്ത് ചെയ്യുന്നു ശ്രീതു? ഞാൻ ഗസ്റ്റ് ലെക്ചറായി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിൽ വർക്ക് ചെയ്യുന്നു. എത്ര കാലമായി? 3 വർഷമായി. 3 വർഷം. വിവാഹിതയാണോ? അതെ. ഹസ്ബൻഡിന്റെ പേര്? ഹസ്ബൻഡിന്റെ പേര് പ്രജിത്ത്. സുഖമായിട്ടിരിക്കുന്നു അല്ലേ? ഓക്കെ, സന്തോഷം. അടുത്ത ആളെ പരിചയപ്പെടാം. എന്താ പേര്? പ്രവീൺ. ഓ, പ്രവീൺ. എന്താ പ്രവീൺ നാടകത്തിലാണ് അഭിനയിക്കുന്നത്? എന്താണ്? പോലീസാണല്ലേ? പോലീസുകാർക്ക് ഇത്ര പച്ചൊക്കെ ഉണ്ടോ? വെരി ഗുഡ്. എവിടെയാണ് ഇറങ്ങിയത്? KP 4th മാങ്ങാട്ടൂർ. എത്ര നാളെ സർവീസ് കയറിയിട്ട്? ഇപ്പൊ ഈ 2 ആഴ്ച. അതിന്റെ ഒരു ഇതൊക്കെ ഉണ്ട്, അതിന്റെ ഒരു വിജൃംഭണമൊക്കെ ഉണ്ട്. ട്രെയിനിങ് ആയിട്ടുള്ളൂ. ഇനിയിപ്പം കഴിഞ്ഞിട്ടുള്ളൂ. ഇനി മുകളിലോട്ട് പോകുന്നൊരു എന്തായിരിക്കും അല്ലേ? ഇഷ്ടപ്പെട്ട് തെരഞ്ഞെടുത്താണോ പോലീസ് മേഖല? അതെ അല്ലേ? ഇടിക്കാൻ കിട്ടിയോ ആരെങ്കിലും ഒക്കെ? ഇല്ല, തുടങ്ങിയിട്ടേ. പോലീസ് ആകുന്നതിന് മുമ്പ് ആരെങ്കിലും ഇടിച്ചിട്ടുണ്ടോ? പോലീസ് ആകുന്നതിന് മുന്നേ ഇല്ല, അങ്ങനെയൊന്നുമില്ല. അനീതിക്കെതിരെ പ്രതികരിച്ചിട്ടുണ്ടോ? അനീതിക്കെതിരെ കൈവാള ഉയർത്തിയിട്ടുണ്ട് നമ്മൾ. ഉണ്ട്. ഏതോ ഒരു അനീതി എന്ന് പറഞ്ഞു. എന്തിനായിരുന്നു? ഒരു അത് മുഴപ്പിലങ്ങാട് ബീച്ചിൽ നിന്നൊക്കെ വണ്ടിയൊക്കെ സ്പീഡ് പോകുമ്പോ പിടിക്കും, കേസിട്ട് പിടിക്കും, പറയാറുണ്ട്. അവിടെ കുറെ പ്രോബ്ലങ്ങൾ ഉണ്ടായിട്ടുണ്ട് ബീച്ചിലല്ലേ? അപ്പം കൂടുതൽ സ്പീഡില് കുറെ ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. പിള്ളേര് ഹെൽമെറ്റ് ഒക്കെ വെക്കാൻ. അങ്ങനെയല്ലോ. തീർച്ചയായിട്ടും ശരിയാണ്. കാരണം നമ്മളിപ്പോ റോഡിലൂടെ ഒക്കെ പോകുമ്പോൾ കാണാം പിള്ളേർ ഒരു ആവശ്യമില്ല. പിന്നെ ഇവരെയൊക്കെ നമ്മൾ തന്നെ ചുമക്കുകയും ചെയ്യണം. ഏതായാലും എല്ലാവിധ ആശംസകളും നേരുകയാണ്. അപ്പൊ അടുത്ത ആളെ നമുക്ക് പരിചയപ്പെടാം. എന്താ പേര്? ഹിതിൻ. ഓക്കെ, ഹിതിൻ എന്ത് ചെയ്യുന്നു? ഹിതിനെ എങ്ങനെയാണ് ജീവിതം? സന്തോഷപ്രദമാണോ? പാട്ട് പാടുവോ? ഇല്ല. ഓക്കെ, എന്തായാലും അടുത്ത ആളെ പരിചയപ്പെടാം. എന്താ പേര്? ധനുഷ്. ധനുഷ്. ആ പേരിൽ തന്നെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. ധനുഷിന് ഇഷ്ടമാണോ? ഇതങ്ങനെ ആയിപ്പോയതാ അല്ലേ? വീട്ടുകാര് ചെയ്ത ഒരു പാതകമാണ് ആ പേരിട്ടത്. വീട്ടിലാരൊക്കെയുണ്ട്? അച്ഛനമ്മ, ചേച്ചി. എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ SM കോളേജ് പഠിക്കുകയാണ്. എന്തിനാ പഠിക്കുന്നത്? എക്കണോമിക്സ്. ബി എ എക്കണോമിക്സ്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഇവിടുത്തെ ഒരു പ്രത്യേകത പോലെ തന്നെ നാടിന്റെ പ്രത്യേകത പോലെ തന്നെ എല്ലാവരും ഭയങ്കര പോസിറ്റീവാണ്. അതാണ് ഈ നാടിന്റെ ഒരു പ്രത്യേകത. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും കേരളത്തിന്റെ നമ്മുടെ ഈ ഷൂട്ടുമായിട്ട്, സൂപ്പർ ബമ്പറിന്റെ ഷൂട്ടുമായിട്ട് നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഓരോ തരത്തിലുള്ള ആളുകളെയാണ് കാണുന്നത്. പക്ഷെ എനിക്ക് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് തോന്നിയത്, മുന്നേ പറഞ്ഞതുപോലെ വളരെ പോസിറ്റീവാണ്, ഭയങ്കര സ്നേഹമാണ്. ഇതാണ് ഇവരുടെ ഒരു വലിയൊരു പ്രത്യേകത. കലാകാരന്മാരുടെ നാടാണ്. ഏതായാലും നമുക്ക് ഈ നാടിന് വേണ്ടി നല്ലൊരു കയ്യടി. ഇനി നമുക്ക് സൂപ്പർ ബമ്പർ കളിക്കേണ്ട സമയമായി. സൂപ്പർ ബമ്പറിന്റെ സമയമായി. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയുകയാണ്. സൂപ്പർ ബമ്പറിൽ 6 റൗണ്ടുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ആദ്യത്തെ റൗണ്ടിൽ 120 സെക്കൻഡാണ് സമയം. 1000 രൂപയാണ് വിജയിക്ക് സമ്മാനമായി കിട്ടുന്നത്. രണ്ടാമത്തെ റൗണ്ടിൽ 100 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 2000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. മൂന്നാമത്തെ റൗണ്ടിൽ 80 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 3000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. നാലാമത്തെ റൗണ്ടിൽ 60 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 5000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. അഞ്ചാമത്തെ റൗണ്ട് 40 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 10000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. ആറാമത്തെ റൗണ്ട് 20 സെക്കൻഡാണ് സമയം. സൂപ്പർ ബമ്പർ റൗണ്ട്. വിജയിയെ കാത്തിരിക്കുന്നത് സൂപ്പർ ബമ്പർ പ്രൈസായ 25000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 10000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ മനസ്സിലായി കാണുമല്ലോ അല്ലെ? ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. 5 പേരാണ് ഇവിടെ നിൽക്കുന്നത്. ഞാനൊരു ചോദ്യം ചോദിക്കും. നിസ്സാരമായിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ അതിന് ആൻസർ ചെയ്യുന്നവർക്കായിരിക്കും ഇതിനകത്ത് എൻട്രി വരുന്നത്. എന്റെ ചോദ്യം ഇതാണ്, ശ്രദ്ധിച്ചു കേൾക്കുക. AR റഹ്മാൻ സംഗീത സംവിധാനം ചെയ്ത മലയാളത്തിലെ ആദ്യ സിനിമ ഏതാണ്? ആരാണ്? പറയൂ. ടീച്ചറാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. പറയൂ. പറയാൻ ശ്രമിക്കുന്നത് യോധ. തീർച്ചയായിട്ടും ശരിയാണ്. AR റഹ്മാൻ സംഗീത സംവിധാനം ചെയ്തിരിക്കുന്ന മലയാളത്തിലെ ആദ്യ സിനിമ യോധയാണ്. തീർച്ചയായിട്ടും ശ്രുതു ടീച്ചറെ സ്വാഗതം ചെയ്യുകയാണ് കേരളം സൂപ്പർ ബമ്പറിലേക്ക്. ശ്രുതു ടീച്ചറെ, എന്നാ ഉണ്ട്? പാവമായിട്ട് നിൽക്കുന്ന ഒരു താല്പര്യം. ഞാൻ ഇതിനകത്ത് വന്നും പോയി പെട്ടും പോയി. എന്നാ ചെയ്യുന്നല്ലേ? അങ്ങനെയൊന്നുമില്ല. അപ്പൊ ഏതായാലും ആദ്യത്തെ ഗെയിമിലേക്കാണ് ശ്രുതു ടീച്ചർ പോകുന്നത്. ഉറപ്പുള്ള
1000 രൂപയാണ് ആദ്യത്തെ ഗെയിമിൽ ജയിച്ചാൽ കിട്ടുന്നത്. നമുക്ക് നോക്കാം. 2 പെട്ടികൾ ഇവിടെ ഇരിപ്പുണ്ട്. ഒന്നിൽ പണപ്പെട്ടിയും ഒന്ന് പണിപ്പെട്ടിയും. പണിപ്പെട്ടിയിൽ നിന്ന് പണി ഏതാണെന്ന് അറിഞ്ഞതിന് ശേഷം ആ ഗെയിമിൽ വിജയിച്ചതിന് ശേഷമാണ് 1000 രൂപയാണ് ആദ്യത്തെ സമ്മാനം കിട്ടാൻ പോകുന്നത്. 120 സെക്കൻഡാണ് നമ്മുടെ ആദ്യത്തെ ഗെയിമിന്റെ സമയം. നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ, വന്നോളൂ. സൂപ്പർ ബമ്പറിലെ ആദ്യത്തെ ഗെയിമാണ് നടക്കാൻ പോകുന്നത്. സുധു ടീച്ചറിനെ കാത്തിരിക്കുന്ന ഗെയിം ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടാവും. ആദ്യത്തെ ഗെയിമാണ് ബൂമറാങ്. അപ്പോ ശ്രുതുവാണ് ആദ്യത്തെ ഗെയിമിൽ മത്സരിക്കാൻ എത്തിയിട്ടുള്ളത്. ശ്രുതു, ഗെയിമിന്റെ പേരെന്താണ്? ബൂമറാങ്. ബൂമറാങ് എന്താണെന്നറിയോ? ശ്രുതു ആദ്യം ഇവിടെ കയറി നിൽക്കുക, ഓരോ ബോൾ എടുക്കുക, എറിയുക, എന്നിട്ട് ഇതിൽ പിടിക്കുക. നിലത്ത് ചാടിയിട്ട് പിടിച്ചാൽ പോരാ, അതിലെറിയുക, നേരെ വന്ന് ഇതിൽ പിടിക്കണം. 3 ബോൾ പിടിച്ചാൽ മതി. ശ്രുതുവിനെ കൊണ്ട് പറ്റും, ശ്രമിച്ചാൽ നടക്കും, ആവും. ഓക്കെ അല്ലേ? എന്ന് കയറുന്നു. ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സി കേരളം സൂപ്പർ ബമ്പറിൽ ആദ്യമായി മത്സരിക്കാനെത്തിയിരിക്കുന്നത് ശ്രുതു ടീച്ചറാണ്. നമുക്ക് നല്ലൊരു കയ്യടിയോടുകൂടി ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ബൂമറാങ് ഗെയിം സ്റ്റാർട്ട്. 120 സെക്കൻഡാണ് സമയം. സുധു ആണ്ടേ തലയല്ലേ എറിഞ്ഞ് ഉടക്കി വന്ന്. യെസ്, 1. വെരി ഗുഡ്. യെസ്, പലകയിൽ ഇറങ്ങരുത്. യെസ് യെസ്, 5 പിടിച്ചോ. യെസ് യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. ഒരേ ഒരു ബോള്. യെസ്, 40 സെക്കൻഡ് കഴിഞ്ഞു. യെസ് യെസ് യെസ്. 120 സെക്കൻഡിനുള്ളിൽ 3 ബോളായിരുന്നു പിടിക്കേണ്ടിയിരുന്നത്. പക്ഷേ 60 സെക്കൻഡിനുള്ളിൽ 3 ബോള് ടീച്ചർ പിടിച്ചെടുത്തിരിക്കുക. 1000 രൂപ സമ്മാനം വേണ്ടേ? തീർച്ചയായിട്ടും ആദ്യത്തെ ഗെയിമിലെ 1000 രൂപ ടീച്ചർക്ക് സമ്മാനമുണ്ട്. ഏതായാലും 1000 രൂപ കൊടുക്കുന്നതിന് മുമ്പ് എ ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു സി കേരളം സൂപ്പർ ബമ്പർ. സുധു ടീച്ചറെ, 1000 രൂപ അടിച്ചു മാറ്റിയിരിക്കുകയാണ്. കെട്ടിയോൻ ഗൾഫിൽ നിന്ന് കാണുന്നുണ്ടായിരിക്കും. പേരെന്താണ്? പ്രജിത്ത്. പ്രജിത്ത് എന്ത് ചെയ്യുന്നു? ദുബായിൽ എഞ്ചിനീയറായി വർക്ക് ചെയ്യുന്നു. ഓക്കെ, ദുബായിക്ക് പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. എന്തായാലും 1000 രൂപ ടീച്ചർക്ക് സമ്മാനമായിട്ടുണ്ട്. നല്ലൊരു കയ്യടി. സന്തോഷത്തിന് നല്ലൊരു കയ്യടി. ഏതായാലും ടീച്ചർക്ക് 1000 രൂപ കിട്ടിയിട്ടുണ്ട്. ഈ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമുക്കൊരു അടിപൊളി പെർഫോമൻസ് കണ്ടിട്ട് തിരിച്ചു വന്നാലോ? ഏതായാലും നമുക്ക് നല്ലൊരു പെർഫോമൻസ് കാണാം.
സിന്ധു ടീച്ചറെ ഓ. എങ്ങനെ ഉണ്ടായിരുന്നു കുട്ടികളുടെ പെർഫോമൻസ്? നന്നായിരുന്നു. ഗംഭീരമായിരുന്നു അല്ലേ? ഒരുപാട് ഞാൻ പറഞ്ഞ ശരിയല്ലേ, അപ്പൊ ഒരുപാട് കലാകാരന്മാരുടെ നാടാണ്. ഏതായാലും ടീച്ചറെ 2000 രൂപയുടെ ഗെയിമിലേക്ക് ടീച്ചർ പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണെന്ന് എനിക്കറിയാം അല്ലേ? അപ്പൊ ആദ്യത്തെ ഗെയിം എളുപ്പമല്ലായിരുന്നോ? അപ്പൊ നമുക്കിനി ആദ്യത്തെ 100 എത്ര സെക്കൻഡ് ആയിരുന്നു? 120 സെക്കൻഡ് ആയിരുന്നു. രണ്ടാമത്തെ ഗെയിം വീണ്ടും എത്ര സെക്കൻഡ് ആയിട്ട് കുറയുമെന്ന് അറിയാമോ? 20 സെക്കൻഡ് കുറഞ്ഞിട്ട് 100 സെക്കൻഡിലേക്ക് മാറുകയാണ്. അപ്പൊ ഇങ്ങനെ സമയം കുറഞ്ഞുകൊണ്ട് പോകുന്നതിനനുസരിച്ച് ഗെയിമിന്റെ കാഠിന്യം കൂടും. അപ്പം അതെല്ലാം നേടണം, നമുക്ക് അവസാനം സൂപ്പർ ബമ്പർ നേടണം. അപ്പം 2000 രൂപയുടെ ഗെയിം എന്ന് പറയുന്നത് 3000 രൂപയുടെ ഗെയിമിലേക്കുള്ള എൻട്രിയാണ്. അപ്പം ഇതിൽ ജയിക്കുകയാണ് 3000 രൂപയുടെ ഗെയിമിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം ഗെയിം ഏതാണെന്ന് നമുക്ക് നോക്കാം. അപ്പം ആഗതയായാലും ബ്രണ്ണൻ കോളേജിലെ സുവോളജി ടീച്ചറാണ് നമ്മുടെ പ്രിയങ്കരിയായ ശ്രുതു ടീച്ചർ. അപ്പൊ ടീച്ചറിന്റെ സ്റ്റുഡൻസ് ഒക്കെ ഷോ കാണുന്നുണ്ടാവും. നാളെ വരുമ്പോൾ ടീച്ചറോട് പറയണം കേട്ടോ, അടിപൊളിയായിരുന്നു, നന്നായിരുന്നു എന്നൊക്കെ പറയണം ടീച്ചറെ. അപ്പോ അടുത്ത ഗെയിമിന്റെ പേരാണ് സ്കെയിൽ കരണ്ടി. അപ്പൊ ശ്രുതി ടീച്ചറെ റെഡിയല്ലേ? ഗെയിം എന്താണ്? സ്കെയിൽ കരണ്ടി എന്നാണ് നമ്മുടെ ഗെയിമിന്റെ പേര്. ഒരു കയ്യിൽ സ്കെയിൽ എടുക്കുക, സ്കെയിലിന്റെ അറ്റത്ത് ഒരു കരണ്ടി ഉണ്ട്. ബോൾ എടുക്കുക, എറിയുക, ഇതിൽ പിടിക്കുക, ഇവിടെ ഇടുക. അങ്ങനെ 8 ബോളാണ് ടീച്ചർ ഉണ്ടത്. സ്കെയിലിന്റെ അറ്റത്ത് പിടിക്കണം. 100 സെക്കൻഡ് സമയമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സമയം കുറയുന്നതിനനുസരിച്ച് ഗെയിമിന്റെ കാഠിന്യം കൂടും. ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പമുള്ള ഗെയിമുകളാണ് നിങ്ങൾക്ക് എല്ലാം തരുന്നത്. കാരണം ഇതൊരു ചെറിയ നാക്കാണ്. അത് ബാലൻസ് ആയി കഴിഞ്ഞാൽ സൈക്കിൾ കയറ്റം പഠിക്കുന്ന പോലെ. അപ്പോൾ സൈക്കിൾ കയറ്റം പഠിക്കാൻ സമയമില്ല. ഏതായാലും ഗെയിം പഠിക്കുക, ഗെയിമിന്റെ ഒരു പ്ലാൻ കിട്ടുക, അപ്പോൾ ചെയ്യുക. റെഡിയല്ലേ ടീച്ചർ? തീർച്ചയായിട്ടും റെഡിയാണ്. അപ്പോ ഗെയിം തുടങ്ങാൻ പോവുകയാണ്. ഗെയിമിന്റെ പേരാണ് സ്കെയിൽ കരണ്ടി. റെഡി, സ്റ്റാർട്ട്. 100 സെക്കൻഡാണ് സമയം. തുടങ്ങിയോ?
സൂപ്പർ ആയിരുന്നല്ലേ? ഉണ്ടോ? എന്നാ കയ്യടിയാ. എന്താ മോടെ പേര്? കൃഷ്ണേന്ദു. എന്താ പേര്? രേഖ. രേഖ. നിങ്ങൾക്ക് അറിയോ കൃഷ്ണേന്ദും രേഖയും അമ്മയും മോളുവാ? വലിയ സംഭവമായി പോയല്ലേ? കാരണം അമ്മയും മോളും കൂടി ഇതുപോലെ ഡാൻസ് കളിക്കാന്ന് പറഞ്ഞ വലിയൊരു കാര്യം. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 2ാം ക്ലാസ്സില്. നന്നായിരുന്നു കേട്ടോ. അമ്മയാണോ ഡാൻസ് പഠിപ്പിക്കുന്ന മോളെ? ആ. വേറെ ഡാൻസ് ഒക്കെ അറിയോ? അറിയാം അല്ലേ? ഏതായാലും നമുക്ക് നല്ലൊരു സമ്മാനം കൊടുക്കാം. സി കേരളം സൂപ്പർ ബമ്പറിന് നല്ലൊരു സമ്മാനം, മോൾക്ക് സമ്മാനം. അപ്പോ നല്ലൊരു കയ്യടി. അപ്പോ ടീച്ചർക്ക് നമ്മളെ 3000 രൂപയുടെ കടമുണ്ട്. കൊടുക്കണോ? അത് കൊടുക്കണം. ഏതായാലും ടീച്ചർക്ക് ഒരു 3000 രൂപയുടെ കടം കിടപ്പുണ്ട്. 3000 നമുക്ക് കൊടുക്കാം. ഏതായാലും a short break. Welcome back to സി കേരളം സൂപ്പർ ബമ്പർ. 3000 രൂപ അടിച്ചു മാറ്റിയിരിക്കുകയാണ്. ഭയങ്കരി അതെ. കെട്ടിയവൻ അവിടെ നിന്ന് കാണുന്നുണ്ടായിരിക്കും അല്ലേ? അതെ. ചാറ്റ കൊടുത്തേ. ഓക്കെ. അയ്യോ നാണൊക്കെ വന്നു. നാണം വന്നു. ഞാൻ വന്നു. അപ്പോ 1000 രൂപ തന്നു. ഇനിയിപ്പോ എത്ര രൂപയാണ് തരാനുള്ളത്? ഇനി 3000. 3000 രൂപയാണ്. 1000 രൂപ അഡ്വാൻസ് തന്നിട്ടുണ്ട്. ഇനി 2000 രൂപയാണ് ബാലൻസ്. തന്നേക്കട്ടെ? ഓ ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ. 2000ന്റെ പിടയ്ക്കുന്ന ഒരു നോട്ട്. ഓക്കെ. ചുരിദാറിന്റെ അതേ കളറാ. 2000 രൂപയുടെ നോട്ട്. അതെയാണ്. അപ്പൊ ഇനി നമ്മൾ എത്ര രൂപയുടെ ഗെയിമിലേക്കാണ് പോകുന്നത്? 4000. 5000 രൂപയുടെ ഗെയിമിലേക്കാണ് പോകുന്നത്. അപ്പോ നമുക്ക് പോകാം. ഓ 5000 രൂപയുടെ ഗെയിം എന്ന് പറയുന്നത് എത്ര രൂപ ഗെയിമിലേക്കുള്ള എൻട്രി ആണെന്ന് അറിയാമോ? 10000 രൂപയുടെ ഗെയിമിലേക്കുള്ള എൻട്രിയാണ്. ആ ഗെയിമിൽ നമുക്ക് കളിക്കാം. അപ്പോ ഗെയിം ഏതാണെന്ന് നമുക്ക് നോക്കാം അല്ലേ? ടീച്ചറിനെ കാത്തിരിക്കുന്ന ഗെയിം ടീച്ചർക്കുള്ള അടുത്ത ഗെയിമിന്റെ പേരാണ് അയ്യോ പോകല്ലേ. ഗെയിം പറഞ്ഞു തരാം. കയറി നിൽക്കുക, പൊസിഷനിൽ നിൽക്കുക, അവിടെ എറിയുക. ഈ ബോൾ ഇവിടെ പൊങ്ങിച്ചാടുമ്പോൾ കയറി വന്ന് പിടിക്കുക, ഇവിടെ ഇടുക. 10 ബോൾ ഇട്ടാൽ മതി. സമയം എത്രയാണ്? 60 സെക്കൻഡ് ആണ് ഗെയിമിന്റെ സമയം. അപ്പോ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഗെയിമിന്റെ പേരാണ് അയ്യോ പോകല്ലേ. ഗെയിം തുടങ്ങാൻ പോവുകയാണ്. ടീച്ചർ റെഡിയാണ്. 60 സെക്കൻഡ് ആണ് ഗെയിമിന്റെ സമയം. 5000 രൂപയുടെ ഗെയിമാണ്. 10000 രൂപയുടെ ഗെയിമിലേക്കുള്ള എൻട്രിയാണ്. അപ്പോ സ്റ്റാർട്ട് ചെയ്യാം. അയ്യോ പോകല്ലേ. കിട്ടോ? റെഡി? അങ്ങോട്ട്. ആ ഇട്ട് പിടിക്കണം ടീച്ചറെ. അയ്യോ പോകല്ലെന്ന് പറഞ്ഞിട്ട് നാണ്ട പോണു ടീച്ചറെ. ഈ വൈറ്റിലിടുക. വൈറ്റ് ബോർഡില് പിടിച്ചില്ല. ആ ഇല്ല. അയ്യോ പോകല്ലേ. അവിടെയല്ല ടീച്ചറെ, വൈറ്റ് ബോർഡിലിടണം. വൈറ്റ് ബോർഡില് ഓരോ ബോളിട് ടീച്ചറെ. ഓരോ ബോളിടണം. ആ പോയി. അയ്യോ പോകല്ലേ. ഓരോ ബോളിടുക. 1 വൈറ്റ് ബോർഡിൽ. ആ പിടിക്ക. 2 ഇല്ല. ഓക്കെ. 3 വൈറ്റ് ബോർഡ് ഇടണം. യെസ്. 4 ഓരോ ബോൾ എടുക്കാവുള്ളൂ ടീച്ചറെ. ഓരോ ബോളേ എടുക്കാവുള്ളൂ. 5 ഓ 6 7 ബാലൻസായി. 8 10 9 8 7 6 ആയില്ലേ? 10 ബോൾ ഇട്ടിരിക്കുകയാണ് ടീച്ചറെ. ഓടിക്കളിച്ചു. അതെ. അടച്ചു. അടച്ചു. വീട്ടിൽ പണിയൊന്നും എടുക്കാറില്ലേ? ശരിക്കും പറഞ്ഞാല് കുറവാ. കുറവ്. ആരാ ചെയ്യുന്ന? അമ്മയാണോ?
അമ്മയാണ് ചെയ്യാറ്. അമ്മയാണ് എല്ലാം ചെയ്യുന്നത്. ഒന്നും അറിയില്ല. അറിയും, ആ, എന്നാൽ പക്ഷേ കോളേജിൽ പോകേണ്ട കോളേജിൽ തിരക്കൊക്കെ കൊണ്ട്. ഓക്കേ, ഓക്കേ. ചോറിന് കറിയെല്ലാം അമ്മ ഉണ്ടാക്കി വെക്കും. അതെ, സൺഡേയിലൊക്കെ വർക്ക് ചെയ്യും. സൺഡേ ചെയ്യും. അപ്പൊ കുഴപ്പമില്ല, നല്ല ടീച്ചറാണ്, നല്ല കുട്ടിയാണ്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഈ ഗെയിം? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പാടെ തടിയൊന്നും അനങ്ങിയപ്പോ. തടിയൊന്നും അനങ്ങി. രാവിലെ നടക്കാൻ പോകാറുണ്ടോ? ഉണ്ട്, ഇപ്പൊ കുറച്ചായിട്ട് എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ട്. എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നല്ല കാര്യമാണ്. അതുകൊണ്ട് ഇതിന് ഉപകരിച്ചു അല്ലേ? അതെ. അപ്പം ഓരോ ഗെയിം ഇതുവരെ ചെയ്ത ഗെയിമുകളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ആദ്യത്തെ എളുപ്പമായിരുന്നു അല്ലേ? ആദ്യത്തെ വളരെ എളുപ്പമായിരുന്നു. കൊട ഗെയിം നന്നായിരുന്നു. ബാക്കിയൊക്കെ കുറച്ച് ടഫായി വരുന്നുണ്ട് അല്ലേ? ലാസ്റ്റത്തെ ഗെയിം വെച്ചിട്ട് ഓടാനുണ്ടായിരുന്നു. അതെ. ഓക്കെ, ഇപ്പൊ ടീച്ചറിന് അടുത്ത ഗെയിമിലേക്ക് പോവാം അല്ലേ? അടുത്ത ഗെയിം എത്ര രൂപയുടെ ഗെയിമാണ്? 10,000. 10,000 രൂപയാണ്. ജയിച്ചു കഴിഞ്ഞാൽ ടീച്ചറിന് 10,000 രൂപയാണ് സമ്മാനം കിട്ടുകഴിഞ്ഞത്. 10,000 അല്ലേ? 10,000 ഇവിടെ 10,000 എന്നും പറയും. 10,000 അല്ലല്ലോ, വേറൊരാള് പറയുന്ന പോലെ 10,000 രൂപ കിട്ടും. അത് തോറ്റു കഴിഞ്ഞാൽ ടീച്ചറിന് എത്ര കിട്ടും അറിയില്ല. 3,000 രൂപ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും. 3,000. ജയിച്ചു കഴിഞ്ഞാൽ 10,000 രൂപയാണ് ടീച്ചറിന് കിട്ടുന്നത്. അതായത് 10,000 രൂപ. തോൽക്കുകയാണെങ്കിൽ ടീച്ചറിന് 3,000 രൂപ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും. അപ്പോ നമുക്ക് ഗെയിമിലേക്ക് പോവാം. ഓ ഷുവർ. അപ്പോ ടീച്ചറിനുള്ള 10,000 രൂപയുടെ ഗെയിം എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അറിയണം. ടീച്ചറിന്റെ 10,000 രൂപയുടെ ഗെയിമിന്റെ പേരാണ് ഊരാക്കുടുക്ക്. അപ്പോ 40 സെക്കൻഡിന്റെ ഗെയിം. എത്ര രൂപയുടെ ഗെയിമാണ്? 10,000 രൂപയുടെ ഗെയിമാണ്. ഗെയിമിന്റെ പേര് ഊരാക്കുടുക്ക് എന്നാണ്. ഇതിനകത്ത് ടീച്ചർ ഒരു കാര്യം ചെയ്യണം. ഏതെങ്കിലും ഒരു ഫ്രണ്ടിനും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യണം. ആരെയാളെ വിളിക്കാവോ? ആരെയാണ്? വരൂ, ഓടിവാ. അപ്പോ എന്താ മോളെ പേര്? അവന്തിക. അവന്തിക എന്ത് ചെയ്യുന്നു? ഏതാണ്? 9th സ്റ്റാൻഡേർഡിൽ പഠിക്കാൻ. ചേച്ചി ടീച്ചറിനെ സഹായിക്കല്ലേ? ഓക്കെ, ഏതായാലും ഊരാക്കുടുക്ക് തുടങ്ങാൻ പോവുകയാണ്. ഇത് ടീച്ചറിന്റെ കയ്യിൽ ഇട്ടോളൂ. അതും ഇട്ടോളൂ. എന്നിട്ട് ഇനി ഇത് മോളുടെ കയ്യിലിട്ടോളൂ. ഈ അറ്റവും ഇട്ടോളൂ. അപ്പോ നിങ്ങൾ ക്രോസ് ആയില്ലേ? ഇത് കയ്യിൽ നിന്ന് ഊരാതെ ഇത് ക്രോസിൽ നിന്നും പുറത്ത് കിടക്കുക. എത്ര സെക്കൻഡാണ് സമയം? 40 സെക്കൻഡാണ് സമയം. ഇത് കയ്യിൽ നിന്ന് ഊരരുത്. എന്ത് ടെക്നിക്ക് ഉപയോഗിച്ചും ബുദ്ധി കൊണ്ട് നേരിടേണ്ട ഒരു ഗെയിമാണ്. 40 സെക്കൻഡ് ഉണ്ട് സമയം. നിങ്ങൾക്ക് എന്തും ചെയ്യാം. ശക്തിയല്ല, ബുദ്ധിയാണ്. 40 സെക്കൻഡാണ് സമയം. ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് ഉണ്ടാവണം. റെഡി? 40 സെക്കൻഡ് പെട്ടെന്ന് പോകും. ഗെയിം സ്റ്റാർട്ട്.
ഓക്കെ, വലത്തെ കാല് വെച്ചിട്ട് നിങ്ങള്. യെസ്, അതെ, ജയിച്ചിരിക്കുകയാണോ? 10,000 രൂപയുടെ സമ്മാനം എനിക്ക്. ഓക്കെ, തീർച്ചയായിട്ടും നിസ്സാരമായ ഗെയിമുകളാണ് പലതും. നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യേണ്ട ഗെയിമുകൾ തന്നെയാണെല്ലാം. എല്ലാം ടീച്ചർ വളരെ നന്നായിട്ട് കളിച്ചു. അവന്തികെ സപ്പോർട്ട് നല്ല. ഏതായാലും ടീച്ചറിന് 3000 രൂപയുടെ സമ്മാനം കൊണ്ട് സി കേരളം സൂപ്പർ ബമ്പറിൽ തൃപ്തിപ്പെടേണ്ടി വന്നിരിക്കുകയാണ്. ഏതായാലും ഇവിടെ എല്ലാവരും നന്നായിട്ട് കളിച്ചു. ഒരുപാട് സപ്പോർട്ടുള്ള നല്ല സ്നേഹമുള്ള ആളുകളെയാണ് ഇവിടെ കണ്ടത്. സി കേരളം സൂപ്പർ ബമ്പറിന്റെ സമയം ഇവിടെ കഴിയാറായിരിക്കുകയാണ്. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ടുണ്ട്, നാട് നന്നാക്കാൻ ചെറിയൊരു സൂത്രമുണ്ട്. എന്താണെന്നറിയോ? അത് നമ്മൾ സ്വയം നന്നാകുക എന്നുള്ളതാണ്. അതെ, നമുക്ക് സ്വയം നന്നാകാം. അതെ, സി കേരളം സൂപ്പർ ബമ്പറുമായി നാളെ നിങ്ങളുടെ നാടും നഗരവും കീഴടക്കാൻ ഞങ്ങൾ ഉണ്ടാവും. അതുവരേക്കും സി കേരളം സൂപ്പർ ബമ്പറിൽ വിട പറയുന്നു നിങ്ങളുടെ സ്വന്തം സൂരജ് പാലക്കാരൻ.